ഇന്ന് നമ്മൾ തുറക്കാൻ പോകുന്നത് ശീതയുദ്ധകാലത്തെ ഏറ്റവും ഭയാനകമായ ഒരു രഹസ്യത്തിന്റെ കേസ് ഫയലാണ്. ലോകാവസാനത്തിന്റെ ഒരു തണുത്ത യുക്തിയിൽ പ്രവർത്തിക്കുന്ന ഒരു യന്ത്രം. അതിന്നും നിലനിൽക്കുന്നുണ്ട്. അതിന്റെ കോഡ് നെയിം ഡെഡ് ഹാൻഡ്. അപ്പോ നമുക്കീ അന്വേഷണം തുടങ്ങേണ്ടത് ഒരു കീറാമുട്ടിയായ ചോദ്യത്തിൽ നിന്നാണ്. ഒന്നാലോചിച്ചു നോക്കൂ, നിങ്ങൾ മരിച്ചുപോയി, പിന്നെ എങ്ങനെ പ്രതികാരം ചെയ്യും? അതായത് ഒരു രാജ്യം മുഴുവൻ ഒരു ആണവാക്രമണത്തിൽ ഇല്ലാതായി എന്ന് കരുതുക. ഭരണാധികാരികളില്ല, സൈനിക മേധാവികളില്ല, ആരുമില്ല. അങ്ങനെയൊരു സാഹചര്യത്തിൽ ആ രാജ്യം എങ്ങനെ തിരിച്ചടിക്കും? ഈ ചോദ്യമാണ് ഈ മുഴുവൻ അന്വേഷണത്തിന്റെയും കാതൽ. ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ നമ്മൾ ഈ കേസ് ഫയലിലെ 6 ഭാഗങ്ങളിലൂടെ കടന്നുപോകും. ആദ്യം ആ ലോകാവസാനത്തിന്റെ പസിൽ എന്താണെന്ന് നോക്കാം. പിന്നെ അതിന് പിന്നിലെ ഭയത്തെക്കുറിച്ച്, ആ യന്ത്രത്തിന്റെ തണുത്ത യുക്തിയെക്കുറിച്ച്. അങ്ങനെ ഓരോന്നായി നമുക്കൊരുമിച്ച് ഈ ഭ്രാന്തൻ യുക്തിയുടെ ഉള്ളറകളിലേക്ക് ഇറങ്ങിച്ചെല്ലാം. അപ്പോ നമ്മുടെ അന്വേഷണത്തിന്റെ ആദ്യത്തെ ഫയല് ദ ഡൂംസ്ഡേ പസിൽ, സമ്പൂർണ്ണ നാശത്തിന് ശേഷവും പ്രതികാരം ഉറപ്പാക്കാൻ വേണ്ടി മാത്രം ഡിസൈൻ ചെയ്ത ഒരു സംവിധാനം. അതാണ് നമ്മുടെ ആദ്യത്തെ തെളിവ്. അപ്പോ എന്താണ് ഡെഡ് ഹാൻഡ്? ഔദ്യോഗികമായ ഇതിന്റെ പേര് സിസ്റ്റമാ പെരിമീറ്റർ. കേൾക്കുമ്പോൾ തോന്നുന്ന പോലെ ഇതൊരു ഒറ്റ ബട്ടണല്ല, ഒരിക്കലുമല്ല. ഇതൊരു സങ്കീർണമായ നെറ്റ്വർക്കാണ്. ശീതയുദ്ധകാലത്തെ ആ ഭയത്തിൽ നിന്നും പരസ്പര വിശ്വാസമില്ലായ്മയിൽ നിന്നുമൊക്കെ ഉണ്ടായൊന്ന്. ഇതിന്റെ ലക്ഷ്യമെന്താണെന്നോ? നേതൃത്വം മുഴുവൻ ഇല്ലാതായാലും ശത്രുവിനെ തങ്ങളോടൊപ്പം നരകത്തിലേക്ക് കൊണ്ടുപോകണം. അതാണിതിന്റെ ലക്ഷ്യം. ഒരു അൾട്ടിമേറ്റ് ഫെയിൽ സേഫ്. ഇത് കേൾക്കുമ്പോൾ ഒരു ഭ്രാന്തൻ ആശയമാണെന്ന് തോന്നാം, അല്ലേ? പക്ഷെ അതിന് പിന്നിലെ ആ തണുത്ത യുക്തിക്ക് ഒരൊറ്റ ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ: ആണവയുദ്ധം തുടങ്ങിയാൽ ആർക്കും ജയിക്കാൻ പറ്റില്ല എന്ന് ശത്രുവിനെ ബോധ്യപ്പെടുത്തുക. കാരണം വളരെ സിമ്പിളാണ്. നിങ്ങൾ ഞങ്ങളെ ആദ്യം ആക്രമിച്ചാൽ നിങ്ങൾക്കും സമ്പൂർണ്ണ നാശം ഉറപ്പ്. ഇതിനെയാണ് നമ്മൾ മ്യൂച്വൽ അഷ്വേർഡ് ഡിസ്ട്രക്ഷൻ അല്ലെങ്കിൽ MAD എന്ന് പറയുന്നത്. ശരി, അപ്പോ അടുത്ത ഫയൽ. ഇതിന്റെ പിന്നിലെ മോട്ടീവ്, അതായത് പ്രേരണ. എന്തായിരുന്നു ഈ ഭീകരമായ കണ്ടുപിടുത്തത്തിന് പിന്നിലെ ആ ഭയം? എന്തുകൊണ്ടാണ് സോവിയറ്റ് യൂണിയൻ ലോകാവസാനം പോലും ഒരു യന്ത്രത്തെ ഏൽപ്പിക്കാൻ തീരുമാനിച്ചത്? ഇതിന്റെയെല്ലാം തുടക്കം അമേരിക്കയുടെ അന്തർവാഹിനി മിസൈൽ ടെക്നോളജിയിലുണ്ടായ ഒരു കുതിച്ചുചാട്ടമാണ്. നോക്കൂ, 1960കളിൽ ഒരു മിസൈൽ ആക്രമണമുണ്ടായാൽ സോവിയറ്റ് യൂണിയന് പ്രതികരിക്കാൻ ഏകദേശം 30 മിനിറ്റ് സമയം കിട്ടുമായിരുന്നു. അത്യാവശ്യം ആലോചിച്ച് തീരുമാനമെടുക്കാനുള്ള സമയം. പക്ഷേ 1980കളായപ്പോഴേക്കും ട്രൈഡന്റ് മിസൈലുകൾ വന്നു. അതോടെ ആ സമയം വെറും 3 മിനിറ്റിൽ താഴെയായി ചുരുങ്ങി. ഒന്ന് ആലോചിച്ചു നോക്കൂ, മോസ്കോയുടെ തൊട്ടടുത്ത് കടലിൽ നിന്നൊരു മിസൈൽ വന്നാൽ പ്രതിരോധിക്കാൻ സമയം കിട്ടുന്നതിനു മുൻപ് സോവിയറ്റ് നേതൃത്വം ഒന്നടങ്കം ഇല്ലാതാകും. അതായിരുന്നു അവരുടെ ഏറ്റവും വലിയ പേടി. ഈ ഭീഷണിക്കാണ് അവർ ഡീക്യാപിറ്റേഷൻ സ്ട്രൈക്ക് എന്ന് പേരിട്ടത്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഒരു മിന്നലാക്രമണത്തിലൂടെ തല അറുത്തുമാറ്റുക. അതായത് രാഷ്ട്രീയ സൈനിക നേതൃത്വത്തെ ഒന്നടങ്കം ഇല്ലാതാക്കുക. അപ്പോൾ പിന്നെ ഓർഡർ കൊടുക്കാൻ ആളില്ലല്ലോ. കയ്യിൽ എത്ര വലിയ ആയുധങ്ങളുണ്ടായിട്ടും എന്തു പ്രയോജനം? ഈ ചോദ്യത്തിനുള്ള സോവിയറ്റ് യൂണിയന്റെ ഉത്തരമായിരുന്നു ഡെഡ് ഹാൻഡ്. ഇനി നമുക്ക് തെളിവുകളിലേക്ക് കടക്കാം. ഈ യന്ത്രത്തിന്റെ മെത്തേഡ് എന്താണെന്ന് നോക്കാം. ഈ ലോകാവസാന യന്ത്രം എങ്ങനെയാണ് ചിന്തിക്കുന്നത്, എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, നമുക്ക് വിശദമായി പരിശോധിക്കാം. ഞാൻ പറഞ്ഞില്ലേ, ഇതൊരു സിമ്പിൾ സ്വിച്ചല്ല. ഇതൊരു 4 സ്റ്റെപ്പ് ലോജിക്കാണ്. മരണത്തിന്റെ ഒരു ചെക്ക് ലിസ്റ്റ്. സ്റ്റെപ്പ് 1, ഒരു വലിയ പ്രതിസന്ധി ഘട്ടത്തിൽ ഹൈക്കമാൻഡ് തന്നെ നേരിട്ട് ഈ സിസ്റ്റം ആക്ടിവേറ്റ് ചെയ്യണം. സ്റ്റെപ്പ് 2, രാജ്യത്തുടനീളമുള്ള സെൻസറുകൾ ഒരു ആണവാക്രമണം നടന്നു എന്നുറപ്പിക്കണം. അതായത് ഭൂകമ്പം, റേഡിയേഷൻ, മർദ്ദം ഇതെല്ലാം നോക്കി. സ്റ്റെപ്പ് 3, സിസ്റ്റം സൈനിക നേതൃത്വവുമായി ബന്ധപ്പെടാൻ ശ്രമിക്കും. ആ കമ്മ്യൂണിക്കേഷൻ ലിങ്കുകൾ പൂർണ്ണമായും നഷ്ടപ്പെട്ടോ എന്നുറപ്പുവരുത്തും. സ്റ്റെപ്പ് 4, ഈ 3 കാര്യങ്ങളും ശരിയാണെങ്കിൽ മാത്രം ആക്രമണം നടന്നു, കമ്മ്യൂണിക്കേഷൻ നഷ്ടപ്പെട്ടു എങ്കിൽ മാത്രം വിക്ഷേപണത്തിനുള്ള അധികാരം ഭൂമിക്കടിയിലെ ഒരു രഹസ്യ ബങ്കറിലേക്ക് കൈമാറും. ഈ സിസ്റ്റത്തിന് ജീവൻ കൊടുക്കുന്നത് പല ഭാഗങ്ങൾ ചേർന്നാണ്. രാജ്യമെമ്പാടും സ്ഥാപിച്ചിട്ടുള്ള ഒരു സെൻസർ നെറ്റ്വർക്ക്, ഈ ഡേറ്റയെല്ലാം പ്രോസസ്സ് ചെയ്യുന്ന ഒരു തലച്ചോറ്, അതായത് ഓട്ടോണോമസ് കൺട്രോൾ സിസ്റ്റം, പിന്നെ ഭൂമിക്കടിയിലെ അതീവ സുരക്ഷിതമായ ബങ്കറുകൾ. അവിടെയാണ് അവസാന തീരുമാനമെടുക്കേണ്ട കുറച്ച് ഉദ്യോഗസ്ഥർ ഉണ്ടാവുക. പക്ഷേ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം കമാൻഡ് റോക്കറ്റുകളാണ്. ഇവ സാധാരണ മിസൈലുകളല്ല. ഇതിന്റെ തലപ്പത്തുള്ളത് ഒരു റേഡിയോ വാർഹെഡാണ്. ഇതിന്റെ ജോലി റഷ്യയുടെ മുഴുവൻ ആണവായുധ ശേഖരത്തിലേക്കും ലോഞ്ച് കോഡുകൾ ബ്രോഡ്കാസ്റ്റ് ചെയ്യുക എന്നതാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു ലോകാവസാന ഓർക്കസ്ട്രയുടെ കണ്ടക്ടർ. ഏതൊരു പഴയ കേസ് ഫയൽ എടുത്താലും അതിലുണ്ടാകും പരസ്പര വിരുദ്ധമായ മൊഴികൾ. ഡെഡ് ഹാൻഡിന്റെ കാര്യവും വ്യത്യസ്തമല്ല. അതാണ് ഈ കേസിലെ ഗോസ്റ്റ് ഇൻ ദ മെഷീൻ. യഥാർത്ഥത്തിൽ ഇത് പൂർണ്ണമായും ഓട്ടോമാറ്റിക് ആയിരുന്നോ, അതോ അവസാന നിമിഷം ഒരു മനുഷ്യന്റെ വിരൽത്തുമ്പ് ആവശ്യമായിരുന്നോ? നമുക്ക് ആദ്യത്തെ മൊഴി പരിശോധിക്കാം. 1992 കേണൽ ജനറൽ വർഫലോമി കൊറോബുഷിൻ പറഞ്ഞത് ഇതാണ്: ഈ സിസ്റ്റം പൂർണ്ണമായും ഓട്ടോമാറ്റിക് ആയിരുന്നു.
അതായത് ആണവാക്രമണത്തിന്റെ വെളിച്ചവും റേഡിയേഷനും മർദ്ദവും തിരിച്ചറിഞ്ഞാൽ നേതൃത്വം മുഴുവൻ നശിച്ചാലും മിസൈലുകൾ തനിയെ വിക്ഷേപിക്കപ്പെടും. മനുഷ്യന്റെ ഒരു ഇടപെടലും ആവശ്യമില്ല. പക്ഷേ അതേ വർഷം തന്നെ മറ്റൊരു ഉന്നത ഉദ്യോഗസ്ഥനായ കേണൽ ജനറൽ ആൻഡ്രിയൻ ഡാനിലേവിച്ച് നേരെ തിരിച്ചാണ് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനൊരു ഓട്ടോമാറ്റിക് സിസ്റ്റത്തെക്കുറിച്ച് അവർ ആലോചിച്ചിരുന്നു. പക്ഷേ അത് വളരെ അപകടകരമാണെന്ന് സോവിയറ്റുകൾക്ക് തന്നെ തോന്നി. അതുകൊണ്ട് ആ ആശയം അവർ ഉപേക്ഷിച്ചു എന്നാണ്. അപ്പോൾ ഇതിലേതാണ് സത്യം? ഈ വിരുദ്ധമായ മൊഴികൾക്കിടയിൽ ഇന്നത്തെ വിദഗ്ധരുടെ എല്ലാം അഭിപ്രായം ഇതൊരു സെമി ഓട്ടോമാറ്റിക് സിസ്റ്റമാണെന്നാണ്. അതായത് മനുഷ്യനും യന്ത്രവും തമ്മിലുള്ളൊരു ഭീകരമായ പങ്കാളിത്തം. മനുഷ്യൻ സിസ്റ്റം ഓൺ ചെയ്യുന്നു, യന്ത്രം ലോകാവസാനം സ്ഥിരീകരിക്കുന്നു. പക്ഷേ ആ അവസാനത്തെ നിർണായകമായ വിക്ഷേപണ ബട്ടൺ അമർത്തുന്നത് ഭൂമിക്കടിയിലെ ആ ബങ്കറിലിരിക്കുന്ന ഒരു മനുഷ്യൻ തന്നെയാണ്. ഇനി നമ്മുടെ അന്വേഷണത്തിന്റെ അവസാന ഘട്ടം, വിധി. ഈ ശീതയുദ്ധകാലത്തെ പ്രേതം അതൊരു പഴയ കഥ മാത്രമാണോ, അതോ ഇന്നും നമ്മളെ വേട്ടയാടുന്നുണ്ടോ? തെളിവുകൾ വളരെ വ്യക്തമാണ്. വർഷം 2011. റഷ്യയുടെ സ്ട്രാറ്റജിക് മിസൈൽ ഫോഴ്സിന്റെ കമാൻഡർ സെർജി കറായേവ് ലോകത്തോട് ഒരു കാര്യം തുറന്നു പറഞ്ഞു. ഒരു സംശയത്തിനും ഇടയില്ലാത്ത രീതിയിൽ ആ പെരിമീറ്റർ സിസ്റ്റം, ഡെഡ് ഹാൻഡ്, ഇപ്പോഴും പൂർണ്ണമായി പ്രവർത്തനക്ഷമമാണ്. ഇത് ചരിത്രപുസ്തകത്തിലെ ഒരു കഥയല്ല, ഇന്നും ഈ നിമിഷത്തിലും പ്രവർത്തനസജ്ജമായിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ 21-ാം നൂറ്റാണ്ടിൽ ഇത് ഉയർത്തുന്ന ഭീഷണികൾ എന്തൊക്കെയാണ്? ഒന്ന്, ഒരു ചെറിയ ടെക്നിക്കൽ തകരാറ് മതി സെൻസറുകൾക്കൊരു തെറ്റുപറ്റിയാൽ, ഒരു തെറ്റായ സിഗ്നൽ മതി ലോകാവസാനത്തിന്റെ കൗണ്ട് ഡൗൺ തുടങ്ങാൻ. 2, രാഷ്ട്രീയ അസ്ഥിരത. ഒരു രാജ്യത്ത് ആഭ്യന്തര കലാപം നടക്കുമ്പോൾ ആരെങ്കിലും ഇത് ആക്ടിവേറ്റ് ചെയ്താൽ എന്ത് സംഭവിക്കും? 3, കാലപ്പഴക്കം ചെന്ന ടെക്നോളജി. ഇന്നത്തെ സൈബർ ഭീഷണികളെ നേരിടാൻ ഇതിന് കഴിയുമോ, അതോ പ്രവചിക്കാൻ പറ്റാത്ത രീതിയിൽ ഇത് പെരുമാറുമോ? ഇതിനെല്ലാം ഉപരി ചില നേതാക്കൾ ഈ സിസ്റ്റത്തിന്റെ പേര് പറഞ്ഞ് മറ്റുള്ളവരെ ഭീഷണിപ്പെടുത്തുന്നു. ചുരുക്കിപ്പറഞ്ഞാൽ ശീതയുദ്ധകാലത്തെ ഈ പ്രേതം പുതിയ നൂറ്റാണ്ടിൽ കൂടുതൽ അപകടകാരിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ അന്വേഷണം അവസാനിക്കുകയാണ്. പക്ഷേ ഒരു ചോദ്യം മാത്രം ബാക്കിയാവുന്നു. എന്താണ് ഈ സംവിധാനം നമുക്ക് നൽകുന്ന പാരമ്പര്യം? കരിഞ്ഞുണങ്ങിയ ഒരു ഭൂമിയുടെ അനന്തരാവകാശം, ഉറപ്പാക്കപ്പെട്ട യന്ത്രവൽകൃതമായ ഒരു നാശം. ഓർക്കുക, മനുഷ്യൻ തിടുക്കപ്പെട്ടെടുക്കുന്ന തീരുമാനങ്ങൾ ഒഴിവാക്കാനാണ് ഈ സിസ്റ്റം ഉണ്ടാക്കിയതല്ലേ? എന്നാൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെയും ഡ്രോണുകളുടെയും ഓട്ടോണമസ് ആയുധങ്ങളുടെയും ഈ ലോകത്ത് നമ്മൾ ഒരു പുതിയ ചോദ്യത്തിന് മുന്നിലാണ് നിൽക്കുന്നത്. ഒരു യന്ത്രം എപ്പോഴാണ് തിടുക്കം കാണിക്കുന്നതെന്ന് ആരാണ് തീരുമാനിക്കുക? അതിനൊരു തെറ്റുപറ്റിയാൽ അതാരാണ് തിരിച്ചറിയുക? ആര് തിരുത്തും? ഈ ഉത്തരം കിട്ടാത്ത ചോദ്യമാണ് ഡെഡ് ഹാൻഡിന്റെ യഥാർത്ഥ പ്രേതം. അതിന്നും നമ്മളെ വേട്ടയാടിക്കൊണ്ടേയിരിക്കുന്നു.